എനിക്കറിയില്ല. ഇപ്പോൾ താങ്കൾക്ക് എവിടെയെങ്കിലും ഫ്ലാറ്റ് ഉണ്ടോ എന്ന് താങ്കളുടെ ഈ സഹപ്രവർത്തകരെ ആർക്കെങ്കിലും അറിയോ? വ്യക്തിപരമായ കാര്യമല്ലേ. ഞാൻ എങ്ങനെ അറിയും? മറ്റുള്ള ആൾക്കാർ എങ്ങനെ അറിയും? ആളുകൾക്ക് വ്യക്തിപരം എന്ന് പറയുന്ന ഒരു സംഗതി വേറെയില്ല. അതിലെല്ലാം തന്നെ കയറിയിട്ട് നമ്മളിങ്ങനെ നിരന്തരമായിട്ട് ടോർച്ചടിച്ചാലും നടക്കുന്നുണ്ടാവും. എന്നെ സംബന്ധിച്ച് അതറിയില്ല, സംഘടനയെ സംബന്ധിച്ചും അറിയില്ല. പിന്നെ സനോജിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു, പിന്നെ വടകരയിലേക്ക് എന്ന് പറയുമ്പോൾ ആരിലേക്കാണ് അത് ചെന്ന് നിൽക്കുന്നതൊക്കെ വെച്ചിട്ട്. സനോജിന്റെ ആ സ്റ്റേറ്റ്മെന്റ് നേരത്തെ അങ്ങ് പറഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ പത്മകുമാറിലേക്ക് പിടിക്കുമ്പോൾ പിന്നെ പിണറായി വിജയന് ബന്ധമുണ്ടാവണം, മുകേഷ് വിടുമ്പോൾ പിണറായി വിജയന് ബന്ധമുണ്ടാവും, ഇതൊക്കെ പറഞ്ഞ പോലെയുള്ള സാധനമാണ്. ഈ ഹൈപ്പോത്തറ്റിക്കലായിട്ട് എയറിൽ നിന്നൊരു ആരോപണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സനോജ് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, ഡിവൈഎഫ്ഐ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നടന്നിട്ടുള്ളതെല്ലാം തന്നെ ചലഞ്ചുകളാണ്. അത് പിന്നെ ബിരിയാണി ചലഞ്ച് ആയാലും മറ്റു കാര്യങ്ങളെല്ലാം ചലഞ്ചുകളാണ്. നിങ്ങൾ പറയുന്ന വിന്നർ ചലഞ്ച് പിന്നെ നടത്താൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യം എനിക്കറിയില്ല. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ചലഞ്ച് അവിടെ നടന്നിട്ടില്ല. അവിടെ നടന്നതിൽ കാറ്ററിംഗ് സർവീസ് ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അടൂരിലെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ പണം സമാഹരിച്ചിട്ടുള്ളത്. പിന്നെ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ അക്കൗണ്ടിലേക്ക് ഇതിന്റെ ഭാഗമായിട്ട് പണം സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ പേരും യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയല്ല. യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിലിരിക്കുന്ന ഒരാൾ പോലും അക്കൗണ്ടിലേക്കോ അവരുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കോ അതല്ലാതെ വ്യക്തിപരമായ കയ്യിലേക്കോ ഒരു റെസിപ്റ്റ് എഴുതി കൊടുത്തോ വയനാടുമായി ബന്ധപ്പെട്ട് പണം സമാഹരിച്ചിട്ടില്ല. അങ്ങനെ സമാഹരിച്ച ആളുകളുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായ നടപടി ഞങ്ങൾ വേറെ എടുക്കുകയും ചെയ്യും. ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇന്ന് വരെ അങ്ങനെ ഒരു വിഷയം വന്നിട്ടുമില്ല. അങ്ങനെ ആരും തന്നെ അത്തരത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ ബോധ്യം. മറ്റത് നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം ഞാനിപ്പോൾ പിന്നെ ഈ വാർത്തയിലൂടെ അറിയുന്ന കാര്യം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു കീഴ്ഘടകങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അല്ല, അങ്ങനെ അതിനെ പറ്റിയിട്ട് അതെ ഞാൻ പറഞ്ഞു, അതിപ്പോൾ നിങ്ങൾ പറയുമ്പോഴും ചാനൽ വരുമ്പോഴും അറിയുന്ന കാര്യം മാത്രമാണ്. അതിനെ പറ്റിയിട്ട് അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ഞങ്ങളും പരിശോധിക്കും. ഞങ്ങൾ ആരും നിലവിലെ കാര്യങ്ങൾ അങ്ങനെ സ്വീകരിച്ചിട്ടില്ല. അത് ഞങ്ങൾ പരിശോധിക്കാൻ എന്താ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നമില്ല. യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിലിരിക്കുന്ന ആരും ഈ പറയുന്ന പേരൊന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയല്ല. യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു, UDF സ്ഥാനാർത്ഥിയായിരുന്നു. അത് ഈ കപ്പാസിറ്റിയിൽ വന്നതല്ലോ. എനിക്കറിയില്ല. ഇപ്പോൾ താങ്കൾക്ക് എവിടെയെങ്കിലും ഫ്ലാറ്റ് ഉണ്ടോ എന്ന് താങ്കളുടെ ഈ സഹപ്രവർത്തകരെ ആർക്കെങ്കിലും അറിയോ? വ്യക്തിപരമായ കാര്യമല്ലേ. ഞാൻ എങ്ങനെ അറിയും? മറ്റുള്ള ആൾക്കാർ എങ്ങനെ അറിയും? ആളുകൾക്ക് വ്യക്തിപരം എന്ന് പറയുന്ന ഒരു സംഗതി വേറെയില്ല. അതിലെല്ലാം തന്നെ കയറിയിട്ട് നമ്മളിങ്ങനെ നിരന്തരമായിട്ട് ടോർച്ചടിച്ചാലും നടക്കുന്നുണ്ടാവും. എന്നെ സംബന്ധിച്ച് അതറിയില്ല, സംഘടനയെ സംബന്ധിച്ചും അറിയില്ല. പിന്നെ സനോജിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു, പിന്നെ വടകരയിലേക്ക് എന്ന് പറയുമ്പോൾ ആരിലേക്കാണ് അത് ചെന്ന് നിൽക്കുന്നതൊക്കെ വെച്ചിട്ട്. സനോജിന്റെ ആ സ്റ്റേറ്റ്മെന്റ് നേരത്തെ അങ്ങ് പറഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ പത്മകുമാറിലേക്ക് പിടിക്കുമ്പോൾ പിന്നെ പിണറായി വിജയന് ബന്ധമുണ്ടാവണം, മുകേഷ് വിടുമ്പോൾ പിണറായി വിജയന് ബന്ധമുണ്ടാവും, ഇതൊക്കെ പറഞ്ഞ പോലെയുള്ള സാധനമാണ്. ഈ ഹൈപ്പോത്തറ്റിക്കലായിട്ട് എയറിൽ നിന്നൊരു ആരോപണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സനോജ് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, ഡിവൈഎഫ്ഐ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇത് എവിടേക്കെങ്കിലും ചെന്ന് എത്തിക്കണമല്ലോ. അപ്പൊ അവരെ സംബന്ധിച്ച് ഇപ്പോൾ കോഴിക്കോടുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ തലവേദന ഇപ്പോൾ ഷാഫി പറമ്പിലൂടെ MP ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ തലവേദന. അപ്പൊ എന്ത് വന്നാലും അതിങ്ങനെ കെട്ടി വലിച്ച് ഇവിടെ കൊണ്ടുവന്ന് കെട്ടാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ജനങ്ങൾക്കിടയിൽ യേശു എനിക്കറിയില്ല. അവർ കുറെ ആയിട്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിനാടകീയത തോന്നുന്ന കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കും. എനിക്ക് ഈ DYFIയുടെ നേതാക്കന്മാരുള്ള ഏക അഭിപ്രായ വ്യത്യാസത, ഒന്ന് ലളിതമായി സംസാരിക്കില്ല, രണ്ട് അതിനാടകീയത തോന്നുന്ന കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കും. അത് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് പോയിട്ട് പിന്നെ അറ്റത്തൊട്ട് പോകണ്ട എന്ത് കാര്യത്തിന് അതൊക്കെ പറയാൻ നിൽക്കും? ഉള്ള കാര്യം പറഞ്ഞാൽ പോലെ രാഷ്ട്രീയം പറയട്ടെ. അത് പാലക്കാട് സീറ്റ് ഉറപ്പിക്കുന്നത് വളരെ കൃത്യമായി ഷാഫിയുടെ ഇടപെടൽ കൈവിട്ട് സഹായിച്ചെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. സംഘടനയ്ക്കകത്ത് നിൽക്കുന്ന ആളുകളുടെ പേരുകളൊക്കെ ഇപ്പൊ ഞാൻ പിന്നെ എന്റെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി പറയില്ലേ, പിന്നെ യൂത്ത് കോൺഗ്രസ് പാർട്ടിയുള്ള ആളുകൾക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിനകത്ത് എല്ലാ സ്ഥലങ്ങളും പറഞ്ഞില്ല. ഒറ്റ കാര്യം ഞാൻ അങ്ങനെ ഇപ്പൊ എന്റെ പിന്നെ പ്രദേശത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് 28 വയസ്സുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ അയക്ക് വേണ്ടി പറയുന്നുണ്ട്. എന്റെ സഹപ്രവർത്തകരായ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സീറ്റുകൾക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് നടത്താൻ കഴിയുന്ന പോരാട്ടം മുഴുവൻ നടത്തിയിട്ടുണ്ട്. കുറേയൊക്കെ കിട്ടി, കുറെ പേരൊക്കെ അതിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് MLA വരയ്ക്ക് അവരൊക്കെ വ്യക്തിപരമായ എൻഗേജ്മെന്റ്സ് മുഴുവൻ അന്വേഷിച്ചിട്ടാണ് പറയുക. സംഘടനാപരമായ ഇടപെടലാണത്. സംഘടനാപരമായി തന്നെയാണ് അദ്ദേഹം ഇക്കാര്യത്തിലൊക്കെ സംഘടനയ്ക്ക് അകത്ത് നിൽക്കുമ്പോഴുള്ള കാര്യങ്ങളാണ്. അതിന് പുറത്തേക്കുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടാണല്ലോ ഇപ്പോൾ ആക്ഷേപം വന്നിട്ടുള്ളത്. അതെങ്ങനെ മറ്റുള്ള ആളുകൾ അറിയണമെന്ന് നിർബന്ധം പിടിക്കുന്നതിന്റെ കാര്യത്തിനാണ്? അങ്ങനെ അറിയണമെന്ന് നിർബന്ധമില്ലല്ലോ. അതിന് അറിയണം നിർബന്ധമുണ്ടോ? അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ അറിയും, അല്ലാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ അറിയണമെന്നുണ്ടാവില്ല. ഈ പറയുന്ന ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരിക്കില്ല. അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു സമയം ഉണ്ടാവില്ല. ആ ആക്ഷേപങ്ങൾ ഇപ്പോഴാണല്ലോ ഉയർന്നു വന്നത്. ഇപ്പൊ MLA ആയത് ഇന്നലെയല്ലോ, ഒരു കൊല്ലത്തിന് മുമ്പല്ലേ. ഈ തരത്തിൽ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പ്രകടിപ്പിച്ചു. ഈ തരത്തിലൊന്നും സംസാരിച്ചിട്ടില്ല. ഈ തരത്തിലല്ല അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള അദ്ദേഹം തന്നെ നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ പറയുന്ന തരത്തിലൊന്നും ഇങ്ങനെ ഒരു ആക്ഷേപം ആ ഘട്ടത്തിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അറിയുമായിരുന്നില്ല. പിന്നെ ഇത് അങ്ങോട്ട് കൊണ്ടുപോയി കെട്ടുന്നതിന്റെ ലക്ഷ്യം വേറെയാണ്. അത്
പിന്നെ തിരിച്ചറിയാത്തവരല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരായാലും വടകരയിലെ ജനങ്ങളായാലും എന്നുള്ളതാണ്. ഇപ്പൊ കാഫിർ സ്ക്രീൻഷോട്ട് തൊട്ട് പിന്നെ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ഇവിടെ എന്ത് നടന്നാലും, ഈ പ്രദേശത്ത് എന്ത് നടന്നാലും അത് അവിടെ കൊണ്ട് കിട്ടുക എന്നുള്ളത് പറയുന്ന പോലെ അതൊരു ശരിയായ രാഷ്ട്രീയ സമീപനമല്ല. ഡിവൈഎഫ്ഐ കുറെ കൂടി ഉത്തരവാദിത്വ ബോധമുള്ള രാഷ്ട്രീയ പ്രസ്താവന നടത്തുന്നത് നല്ലതായിരിക്കും. ഈ വിഷയത്തിലൊന്ന് പ്രതികരിക്കുന്ന നല്ലതാണ്. ഈ കാര്യം നാട്ടിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നമല്ലല്ലോ. 35,000-ഓളം വരുന്ന ചെറുപ്പക്കാരുടെ തൊഴിലവസരം പോകുന്ന ഒരു കാര്യത്തെ പറ്റി പറഞ്ഞുമ്പോൾ അതിലവർക്ക് പ്രതികരണമില്ല.